ആ എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തേക്ക്. ഓക്കെ ഏട്ടാ, പൂജാരി ഏട്ടൻ വിളിച്ചായിരുന്നോ? അവരൊക്കെ ഞാൻ വിളിച്ചു ദിവസവും ഇങ്ങോട്ട് എത്തിക്കോളാന്നും പറഞ്ഞു. ഞാൻ കാറ്ററിംഗിന്റെ ആൾക്കാരെ വിളിക്കുമായിരുന്നു. ഇത്രയും നേരം അതിനെപ്പറ്റി സംസാരിക്കാതെ എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഏട്ടൻ? ദയവ് ചെയ്ത് താൻ എന്നെ ടെൻഷൻ അടുപ്പിക്കല്ലേ. വല്ല ഇവന്റ് മാനേജർക്ക് തന്നെയാ. പിന്നെ വീട്ടിൽ നടക്കുന്ന ഫംഗ്ഷന് എന്താ ഇത്ര താമസം? അത് പിന്നെ അതൊക്കെ പോട്ടെ, പൂവ്, പഴം, സ്വീറ്റ്സ് ഇതൊക്കെ ഓർഡർ ചെയ്തായിരുന്നോ? അതെല്ലാം ഏട്ടൻ നോക്കിക്കോളും വസുന്ധര. അപ്പോ എൻഗേജ്മെന്റ് രംഗ്? എല്ലാ കാര്യങ്ങളും. ഒരു മിനിറ്റ്. ഹലോ, നിങ്ങൾ എത്തിയോ? പുറത്തുണ്ടോ? ഏതാ വരുന്നു. ദമയന്തി, വീട്ടിലെ നിശ്ചയത്തിന്റെ ഏർപ്പാടുകളൊക്കെ നന്നായി നടക്കണം. അതെന്നോട് പ്രത്യേകിച്ച് പറയണോ ഏട്ടത്തി? അത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന നിശ്ചയമല്ലേ, അതില് ഒരു കുറവും വരരുതെന്ന് ആഗ്രഹിക്കുന്നേ. ഭാസ്കരേട്ടാ, ഭാസ്കരേട്ടാ, മറക്കാതെ എല്ലാം വാങ്ങിട്ട് വന്നായിരുന്നോ? എന്റെ മകളുടെ നിശ്ചയത്തിന് ഇവളെന്തിനാ ഇത്രയും സന്തോഷിക്കുന്നേ? എൻഗേജ്മെന്റ് മോതിരം അടക്കം സകലതും വാങ്ങിയിട്ടുണ്ട് മോളെ. നന്ദിന് റെഡിയായിരുന്നോ? ചേച്ചി ഒരുക്കിക്കൊണ്ടിരിക്കാം, ഞാൻ പോയി നോക്കിട്ട് വരട്ടെ. ചെറിയച്ഛനെ കല്യാണം കഴിക്കാൻ പോവാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് സന്തോഷമായി ചെറിയമ്മേ. ഇതെല്ലാം നിന്റെ മുത്തശ്ശി കാരണമാണ് കിട്ടു. മുത്തശ്ശി വാക്ക് പാലിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ ചേച്ചിയുടെ നിശ്ചയമേ നടക്കില്ലായിരുന്നു. അങ്ങനെയെങ്കിൽ മുത്തശ്ശിക്ക് താങ്ക്സ് പറയണല്ലോ അമ്മേ. താങ്ക്സ് എനിക്കല്ല നന്ദിനി, വസുവിനോട് പറയേണ്ടത്. എന്നോട് എന്താ പറയേണ്ടത് ചേച്ചി? ഈ വിവാഹ നിശ്ചയം നടക്കാനുള്ള കാരണം നീയാണെന്ന് പറയായിരുന്നു വസു. ചേച്ചി, എന്താ നന്ദിനി, എന്തിനാ ഇങ്ങനെയൊക്കെ? ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് അഖിലേട്ടനോടുള്ള സ്നേഹത്തെ ഒരിക്കലും പുറത്തു പറയാൻ പറ്റില്ലായിരുന്നു. എന്താ നന്ദിനി? സന്തോഷം കാരണം ചെറിയമ്മയ്ക്ക് വാക്കുകൾ കിട്ടുന്നില്ല അമ്മേ. നന്ദിനിക്ക് ശരിക്കും വട്ട് തന്നെ. നീ തന്നെയാ അഖിലിന്റെ ശരിക്കുള്ള ജോഡി. സന്തോഷായിട്ടിരിക്കും. ഞാൻ ഒരുപാട് സന്തോഷത്തിലാ മോനെ കിട്ടു. നിന്റെ ചേച്ചി ഈ വീട്ടിലെ മരുമകളായാലേ ഈ സ്വത്തെല്ലാം നമുക്കുള്ളതാ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയുന്നത് മാത്രമല്ലേ ഇവിടെ നടക്കുള്ളൂ? അങ്ങനെ അല്ലാതെ പിന്നെ നമ്മൾ പറയുന്നത് തന്നെയാ വാക്ക്, നമ്മൾ ചെയ്യുന്നത് തന്നെയാ കാര്യം. നമ്മളോട് ആരും എതിർത്ത് സംസാരിക്കില്ല. ഈ വീട്ടിലെ മുഴുവൻ അധികാരവും നമുക്കുള്ളതായിരിക്കും. അമ്മേ, എന്നെ ഒരുക്കി കഴിഞ്ഞെങ്കില് ഞാനൊന്ന് പുറത്തേക്ക് പോട്ടെ. എന്തിനാ? അഖിലേട്ടനെ കാണാൻ. അയ്യോ, അഖില് റെഡിയായി കാണുമോ എന്തോ? ഭാസ്കരേട്ടനും ഏട്ടനും വേറെന്താ ജോലിയില്ല. ഞാൻ പോയി ചെറിയച്ഛനെ റെഡിയാക്കട്ടെ അമ്മേ. അതൊന്നും വേണ്ട ഉണ്ണി, ചെറിയച്ഛൻ നേരത്തെ റെഡിയായിട്ടുണ്ടാവും. ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ടോ? ഏടത്തി കരയാണോ അത് ചിരിക്കുകയാണോ? എന്തു പറ്റി ഏടത്തി? എന്തിനാ കണ്ണു നിറയുന്നേ? എന്റെ 3 മക്കളെയും നോക്കിയെട്ടത്തി, ഞാൻ എന്ത് ഭാഗ്യവതിയല്ലേ. എനിക്കും 2ാം കല്യാണം നടന്നിരുന്നെങ്കിൽ ഈ പ്രായത്തിൽ എനിക്കും പിള്ളേരുണ്ടായേനെ. ഞാനും സന്തോഷത്തോടെ ജീവിച്ചേനെ. സഹോദരങ്ങളായ ഇങ്ങനെയായിരിക്കണം. കണ്ടില്ലേ, അഖിലിന്റെ കല്യാണ നിശ്ചയത്തിന് വേണ്ടി 2 ഏട്ടന്മാരും ഒരുക്കങ്ങളൊക്കെ ചെയ്യുന്നത്. എന്റെ കല്യാണം മാത്രം നടത്തി തരില്ല. അതുപോട്ടെ, ഇവന്റെ നിശ്ചയം ശിവാനിയുടെ കൂടെയാണോ അതോ നന്ദിനിയുടെ കൂടെയാണോ? കൂട്ടുകുടുംബത്തിലുള്ള എന്റെ 3 മക്കളെയും കാണുമ്പോ ഏട്ടൻ ഇവിടെ ഉള്ളതുപോലെ തോന്നുന്നു. നിശ്ചയം തുടങ്ങാനായിട്ട് ഇനിയും ഒരുപാട് സമയം ഉണ്ടാക്കിൽ. നീ കുറച്ച് റെസ്റ്റ് എടുക്ക്. അതെ ഏട്ടാ, ഇവിടുത്തെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പോയി ഹാപ്പി ആയിട്ടിരിക്കും. ചെല്. എന്റെ വാക്കിന് വില കൽപ്പിക്കുന്നുണ്ട്. അവരുടെ അനിയനും അവരുടെ മരുമകൾ ശിവാനിക്കും നിശ്ചയത്തിന് വേണ്ടതെല്ലാം ഒരുക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷിക്കല്ലേ ഏടത്തി. നിശ്ചയം ആര് തമ്മിലാണെന്ന് ഇപ്പോഴെനിക്ക് നല്ല സംശയം. ഹായ് അഖിലേട്ടാ. എന്നെ കണ്ടിട്ടിപ്പോ എങ്ങനെയുണ്ട്?
എൻഗേജ്മെന്റ് അല്ലേ, അതാ ഞാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത്. ഹലോ ഏട്ടാ, റെഡിയായോ? ഏട്ടനും റെഡി, ഞാനും റെഡി. പാവം ശിവാനി, ഏട്ടനോട് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആയെന്ന് അറിഞ്ഞ ഉടനെ കോംപ്രമൈസ് ആയെന്ന് തോന്നുന്നു. പാവം നന്ദിനി, എന്റെ അഖിലേട്ടന്റെ നിശ്ചയം നടക്കാൻ പോവല്ലേ, അതിന് ഇവള് ഒരുങ്ങി വന്നിരിക്കുന്നു. അഖിലേട്ടൻ എനിക്കാണ് സ്വന്തം എന്ന് കരുതി ഇവള് വിട്ടുകൊടുത്തതാവും. ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സാ ശിവാനി. യെസ്, ഇനി നമ്മൾ തമ്മിൽ ഒരു വഴക്കം ഉണ്ടാവരുത്. അഖിലിനെ ആരാണ് കല്യാണം കഴിക്കാൻ പോകുന്നറിയാതെ രണ്ടുപേരും കൈ കോർക്കുക. കുറച്ചു കഴിയുമ്പോൾ രണ്ടും കൂടി കഴുത്തിന് പിടിക്കും. നമസ്കാരം മാഡം. നമസ്കാരം. ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നു മാഡം. ഇങ്ങിതാ. ഇത് പവർഫുൾ ആണോ? വളരെയധികം പവർഫുൾ ആണ് മാഡം. ഭയങ്കര അപകടം പിടിച്ചതാണ്. ഇതെങ്ങനെയാ പ്രവർത്തിക്കുക? ഇതിലുള്ളത് ഒരു ലിക്വിഡ് ഗ്യാസ് ആണ് മാഡം. അത് പുറത്തു വന്നാൽ ഉടനെ ഒരു ഗ്യാസായി മാറും. വായുവിനോടൊപ്പം അലിഞ്ഞു ചേരും. ആ കാറ്റ് ശ്വസിക്കുന്നവർക്ക് നേരെ ശ്വസിക്കാൻ പറ്റില്ല. കണ്ണൊക്കെ നല്ലപോലെ നീറും. കണ്ണിലെ കാഴ്ച വരെ ചിലപ്പോൾ നഷ്ടപ്പെടാം. അങ്ങനെയൊക്കെ സംഭവിക്കാൻ എത്ര സമയം എടുക്കും? മാക്സിമം ഒരു 10-15 മിനിറ്റ് മാഡം. അതിനുശേഷം ഒരു ഹാഫ് ആൻ അവർ ഇതിന്റെ എഫക്റ്റ് കാണും. ഇത് തുറന്നു വിട്ടാൽ ഉടനെ മാഡം അവിടെ നിന്ന് മാറണം. ഇല്ലെങ്കിൽ മാഡത്തിന് ഇത് എഫക്റ്റ് ചെയ്യും. ഇത് ഒന്ന് മാത്രം പോരാ, കുറച്ച് അധികം ആവശ്യം വരും. ഓക്കെ മാഡം. വാങ്ങിച്ചോ. താങ്ക് യു മാഡം. ജാനകി മാഡം പറഞ്ഞതുകൊണ്ടാ ഞാൻ ഈ ജോലി ഏറ്റെടുത്തത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എൻ്റെ പേര് പുറത്ത് പറയരുത് മാഡം. പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ടായാലും പറയില്ല. ധൈര്യമായിട്ട് പൊയ്ക്കോ. ഓക്കെ മാഡം. അഖിൽ, എന്നെ മാറ്റി നിർത്തിയിട്ട് വേറെ ഒരുത്തിയെ കല്യാണം കഴിക്കാൻ പോകുന്നു. നിന്നെ മാത്രമല്ല, നിന്റെ ഫാമിലിയിലുള്ളവരെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ? നിങ്ങളെല്ലാവരെയും അന്ധരാക്കിയിട്ട് ആ വിവാഹ നിശ്ചയം ഞാൻ തടഞ്ഞിരിക്കും. എല്ലാരും പൂജാരിക്ക് വേണ്ടി കാത്തിരിക്കുക. പക്ഷെ ഞാനോ, കല്യാണപ്പെണ്ണ് നന്ദിനിയാണോ അത് ശിവാനിയാണോ എന്ന കാര്യം എപ്പോഴറിയുമെന്ന് വിചാരിച്ചിരിക്കുക. രാഹുകാലം കഴിഞ്ഞതിന് ശേഷം പൂജാരി വരുന്നാ പറഞ്ഞത്. പക്ഷെ അതിനു മുന്നേ പ്രശ്നം തുടങ്ങുമോ എന്തോ. Excuse me. ആരാ നിങ്ങൾ? എന്താ വേണ്ടത്? ഞാൻ സെൻസസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരികയാണ്. നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് കണക്കെടുക്കാൻ വേണ്ടി വന്നതാ. ഇപ്പോഴാണോ നിനക്ക് വരാൻ കണ്ട സമയം? ഇവിടെയാണെങ്കിൽ ആകെ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയം. എൻഗേജ്മെന്റിന്റെ കാര്യം ആന്റി എന്നോട് പറഞ്ഞതുകൊണ്ടാ വന്നത്. അവരവരുടെ ജോലിയല്ലേ ചെയ്യുന്നത്. അത് വേണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റുമോ?
വന്നിങ്ങോട്ട് ഇരുന്നോളൂ. ഉണ്ണി, അവർക്ക് വേണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക്. സോറി, നിങ്ങളുടെ വീട്ടിൽ എന്തോ ഫംഗ്ഷൻ നടക്കുന്നത് പോലെ തോന്നുന്നു. ഞാൻ റോങ് ടൈമിലാണ് വന്നത്. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ ഡീറ്റെയിൽസ് എടുത്തോളൂ. എന്നെ മാറ്റി നിർത്തിയിട്ട് എന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണിനെ പ്രതിഷ്ഠിക്കാൻ പോവുകയാണല്ലേ അഖിൽ? അത് തടയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എത്രയും പെട്ടെന്ന് ഈ കുപ്പി എവിടെയെങ്കിലും പൊട്ടിച്ചിട്ടിട്ട് പോകണം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഇവിടുത്തെ വാഷ്റൂം എനിക്ക് ഉപയോഗിക്കാമോ? ആ ചെല്ലു മോളെ. താങ്ക് യു. ഇതിവിടെ പൊട്ടിച്ചിട്ടാ 10 മിനിറ്റിനകം ഈ ഗ്യാസ് ഇവിടെ എല്ലായിടത്തും പടരും. വീട് മൊത്തം ഗ്യാസ് കൊണ്ട് നിറയും. എല്ലാവരുടെയും കണ്ണും മുഖവും നീറി തുടിക്കും. അങ്ങനെ ഈ എൻഗേജ്മെന്റും മുടങ്ങും. ഛേ, ഇവന് വരാൻ കണ്ട സമയം. ഒന്ന് എങ്ങോട്ടെങ്കിലും മാറിപ്പോടാ. എന്തു പറ്റി? ഇത് തന്നെയാണ് വാഷ്റൂം, അകത്തേക്ക് പൊക്കോളൂ. ഞാൻ പോകാം മാഡം. കിട്ടു, നീങ്ങ വന്ന് വാ. എന്റെ വന്ന ജോലി കഴിഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ ഇവിടെയുള്ള എല്ലാവരും കണ്ണ് നീറി നിലവിളിച്ചുകൊണ്ട് ഓടും. സോറി, നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അതിരിക്കട്ടെ, ഇവിടെ എന്ത് ഫംഗ്ഷനാ നടക്കുന്നത്? എന്ത് ഫംഗ്ഷനായി അതറിഞ്ഞിട്ട് നിനക്കെന്താ? നീ വന്ന ജോലി കഴിഞ്ഞില്ലേ, ഇനി നീ പോവാൻ നോക്ക്. ഈ സമയത്ത് അവിടെ എഫക്റ്റ് സ്റ്റാർട്ടായി കാണും. ഈ സമയത്ത് എല്ലാവരുടെയും കണ്ണും മുഖവും നീറി നിലവിളിച്ചുകൊണ്ട് ഓടും. അവര് നിലവിളിക്കുന്നത് ആകാശം വരെ കേൾക്കും. അതിനുശേഷം എൻഗേജ്മെന്റ് നിന്നു പോകും. യെസ്. എന്താ ഇത്? എന്റെ കണ്ണ് നീറുന്നല്ലോ. മുഖവും നീറുന്നുണ്ട്. ആ വീടിനകത്തുണ്ടാകേണ്ട എഫക്റ്റ് ഈ കാറിനകത്ത് എങ്ങനെ വന്നു?
എന്താ കണ്ണ് നന്നായിട്ട് നീറുന്നുണ്ടോ? മുഖമൊക്കെ ചുമന്ന് വരുന്നുണ്ടോ? ഞങ്ങളുടെ വീടിനകത്ത് നടക്കേണ്ട ഇഫക്റ്റ് പുറത്തെങ്ങനെ നടന്നൊന്ന് ആലോചിച്ച് നിൽക്കുകയാണോ? എന്താ എന്താ എടുത്തി പറയുന്നേ? എന്ത് എഫക്റ്റ്? ഞാൻ കാറ് ബ്രേക്ക് ഡൗൺ ആയിട്ട് എവിടെ നിന്നുപോയത്? ബ്രേക്ക് ഡൗൺ ആയത് നിന്റെ കാറല്ല, നിന്റെ പ്ലാനാ.